നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വ്യാപാര ദിവസത്തിലെ കയറ്റത്തിന് ശേഷം നിഫ്റ്റി ഇപ്പോൾ 100 ദിവസത്തെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ അടുത്തായ 24,350 അടുത്താണ് വ്യാപാരം നടക്കുന്നത്. ഇതിന് മുകളിൽ കയറുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിന് മുകളിൽ കയറുകയാണെങ്കിൽ 24,550 24,750 വരെ പോകാനുള്ള സാധ്യതയാണുള്ളത്. താഴോട്ട് പോയാൽ 23,850 24,000 വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപകർ സ്വാഭാവികമായും ഈ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത് സെക്ടർ വൈസായിട്ടുള്ള ഇതാണ് നോക്കേണ്ടത്. ഉദാഹരണത്തിന് ബാങ്ക്, IT ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മേഖലകളെയാണ് നോക്കേണ്ടത്. അതുപോലെ ഇന്ത്യ വിക്സ്, ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സായ ഇന്ത്യ വിക്സ് 5% താഴ്ന്ന് 15.3 ലെവലിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കാണിക്കുന്നു. ഒരു സാധ്യത ഡൗൺ സൈഡിൽ മാർക്കറ്റ് താഴാനുള്ള സാധ്യതയും ഉണ്ട്. FIസിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 9,947 കോടി രൂപയുടെ വിൽപ്പനയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 6,908 കോടിയുടെ വാങ്ങലുമാണ് നടത്തിയത്. രൂപ 12 പൈസ മെച്ചപ്പെടുത്തി 84.29 അതായത് US$മായിട്ടുള്ള വിനിമയത്തിൽ 12 പൈസ മെച്ചപ്പെടുത്തി രൂപ ഇപ്പോൾ 84.29 ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇന്ന് ചില സ്റ്റോക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് സ്റ്റോക്ക് ന്യൂസായിട്ട് ഉള്ളത് സൊമാറ്റോ, ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ QIP ഇഷ്യൂ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് 265.91. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ, FMCGയിലെ പ്രമുഖ കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ഐസ്ക്രീം ബിസിനസ്സിനെ പ്രത്യേക കമ്പനിയായി ലിസ്റ്റഡ് കമ്പനിയാക്കി മാറ്റാൻ വേണ്ടി ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് SBFC ഫൈനാൻസ് IRDAI ഈ കമ്പനിക്ക് കോപ്പറേറ്റീവ് ഏജൻ്റായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. IDFC ബാങ്കാണ് അടുത്ത ഒരു ന്യൂസ് ഉള്ളത്. ഈ IDFC ബാങ്കിൻ്റെ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ സ്ഥാനത്ത് നിന്ന് നീരജ് നായിഡു റിസൈൻ ചെയ്തിട്ടുണ്ട്. അത് 25-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നിട്ടുമുണ്ട്. വിപ്രോ IT സർവീസ് കമ്പനിയിലെ പ്രമുഖ കമ്പനിയായ വിപ്രോ ഓംകാർ നിസാലിനെ ചീഫ് CEO സ്ട്രാറ്റജിക് മാർക്കറ്റ് യൂറോപ്പിലെ ചീഫ് CEO ആയി നിയമിച്ചിട്ടുണ്ട്. LT ഫുഡ് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തിനകത്ത് 185 മില്യൺ സൗദി റിയാൽ അവിടെ നിക്ഷേപിക്കാനുള്ള പദ്ധതിയും LT ഫുഡിനുണ്ട്. GE വെർനോവ കമ്പനിയാണ് ഓഫർ ഫോർ സെയിൽ വഴി അവർ 8.38% ഓഹരികൾ വിൽക്കും. അതിൻ്റെ ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് 1,555 ആണ്.